KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. കർസർ പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ടെംപ്ലേറ്റിലെ ഗ്രീൻ സ്ക്രീൻ മാത്രമായി വരുന്ന പോയിന്റിൽ നിർത്തുക. ഈ പോയിന്റ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിനായി കർസറിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം പ്രസ് ചെയ്ത പോയിന്റിൽ ബുക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ടെംപ്ലേറ്റിലെ ഗ്രീൻ സ്ക്രീൻ മാത്രമായി വരുന്ന എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. ബുക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നുമുള്ള ഇമേജിന്റെ മുന്നോട്ടുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുന്നതിന് ട്രിം റൈറ്റ് കൊടുക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ബുക്ക് മാർക്കുകളിലും കർസർ വെച്ചുകൊണ്ട് അതാത് ഇമേജുകളുടെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇവിടെ എല്ലാ ഇമേജുകളും വേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. അഞ്ചാമത്തെ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എൻഡ് ഇമേജ് ലെയറിൻ്റെ ഏകദേശം പകുതി ഭാഗത്തായി എത്തുന്ന രീതിയിൽ നിർത്തുക. രണ്ടാമത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ആറാമത്തെ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എൻഡ് ഇമേജ് ലെയറിൻ്റെ ഏകദേശം പകുതി ഭാഗത്തായി എത്തുന്ന രീതിയിൽ നിർത്തുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ ഇൻ ആനിമേഷനിൽ നിന്നും 5ഉം 6ഉം മാത്രമായ ഗ്രാഫിക്സുകൾ മാറി മാറി നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞുവെങ്കിൽ ഈ ഈക്വൽ സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഇമേജുകളും വേണ്ട വിധം എൻലാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ബാക്കിയുള്ള എല്ലാ ഇമേജുകളും ഈ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറ്റുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് വീഡിയോ ലെയർ ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ മൊത്തം ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക.
സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് ആക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷൻ ഈ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഈ രണ്ട് കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ആദ്യം നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബട്ടർഫ്ലൈ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ ലെയർ ഇൻസെറ്റ് വീഡിയോയുടെ മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷ് ഇൻട്രോ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്താം. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.